ഡേ 22 ഇന്ന് നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് കീറ്റോ ഡയറ്റാണ് അറിയാൻ പോണം. അതിനു മുമ്പ് നമുക്ക് ഡേ 21 എന്തൊക്കെ കാര്യങ്ങൾ നടന്നെന്ന് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് തുടങ്ങാം. ഡേ 21 നമ്മുടെ തേർഡ് വീക്കിലെ വെയിറ്റ് അപ്ഡേറ്റും ഞാൻ എങ്ങനെ 12 kgs 21 ഡേയ്സ് കൊണ്ട് കുറച്ചതെന്നാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കയറി ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. സോ നമ്മുടെ കീറ്റോ ഡയറ്റിലെ ആദ്യത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ട്സ് വെയിറ്റ് ലോസ്. നമ്മൾ ഈ ഒരു ഡയറ്റിൽ നല്ലൊരു ഫാറ്റ് കൺസ്യൂം ചെയ്ത് ആൻഡ് സ്റ്റോർഡ് ഫാറ്റ് യൂട്ടിലൈസ് ചെയ്താണ് ഈ ഒരു ഡയറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഫാറ്റ് മാത്രം കൺസ്യൂം ചെയ്യണതുകൊണ്ട് നമുക്ക് ആപ്പറ്റൈറ്റ് സപ്രഷൻ ഉണ്ടാകും. ഈ രണ്ട് പർട്ടിക്കുലർ റീസൺ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വെയിറ്റ് ലോസ് ഉണ്ടാകാറുണ്ട്. രണ്ടാമതായിട്ട് ഇംപ്രൂവ്സ് ആക്നി എന്നാണ് പറയാനുള്ളത്. നമുക്ക് ആക്നി വരാൻ കുറേ കാര്യങ്ങളുണ്ടാകും. ബട്ട് നമ്മുടെ ഡയറ്റിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ലെവൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കാരണം നമുക്ക് അതുകൊണ്ട് ആക്നി കോസ് ആകും. സോ നമ്മുടെ കീറ്റോ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പിമ്പിൾസിൻ്റെ ഇഷ്യൂ റിസോൾവ് ആകും. തേർഡ് വൺ ഈസ് ഇംപ്രൂവ്സ് ഹാർട്ട് ഹെൽത്ത്. നമ്മൾ ഒരു കീറ്റോജനിക് ഡയറ്റ് ഫോളോ ചെയ്യണതുകൊണ്ട് തന്നെ നമ്മൾ ഗുഡ് ഫാറ്റാണ് കൺസ്യൂം ചെയ്യണം. ഈ ഗുഡ് ഫാറ്റ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലുള്ള ബാഡ് കൊളസ്ട്രോൾ ഓട്ടോമാറ്റിക്കലി കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ഫോർത്ത് വൺ എന്താണെന്ന് വെച്ചാൽ മേ റെഡ്യൂസ് റിസ്ക് ഓഫ് സർട്ടൻ ക്യാൻസേഴ്സ് എന്നാണ്. നമ്മൾ ഒരു കീറ്റോജനിക് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുവരാനുള്ള റിസ്ക് ഫാക്ടർ കുറയും. ഫിഫ്ത്ത് വൺ പൊട്ടൻഷ്യലി റെഡ്യൂസസ് സീഷേഴ്സ്. ഇതിനെപ്പറ്റി ടൈപ്സ് ഓഫ് കീറ്റോന് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് തെറാപ്യൂട്ടിക് കീറ്റോ. ഷീസേഴ്സ് ഉള്ള ഒരാൾക്ക് അത് ഫോളോ ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല കുറവുണ്ടാകും. അവരുടെ ഡെയിലി കാലറിയിൽ മാക്സിമം 90% ഫാറ്റ് തന്നെ ആയിരിക്കും. ഇതിൻ്റെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് വൺ ഇംപ്രൂവ്സ് PCOS സിംറ്റംസ്. PCOS എന്താണെന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം എന്നാണ് പറയുന്നത്. ഇത് ഫ്രീക്വൻ്റ്ലി ഇപ്പോൾ ഫീമെയിൽസിലുള്ള ഒരു ഹോർമോണൽ ഇൻബാലൻസ് ആണ്. ഇതുകൊണ്ട് അവർക്ക് വെയിറ്റ് ഗെയിനും സ്കിൻ ഇഷ്യൂസും പിന്നെ ഇൻസുലിൻ ലെവലിൽ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ ഒരു നല്ലൊരു കീറ്റോജനിക് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കറൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ ബൈ.